എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം. +1 +2 പബ്ലിക് എക്സാം 2025 അക്കൗണ്ടൻസി ബിസിനസ് സ്റ്റഡീസ് വാല്യൂഷൻ ക്യാമ്പിൽ നിന്ന് വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന അപ്ഡേറ്റാണ് വിശദമായി വാർത്തിരിക്കുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനികൾ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ല് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനൽ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രധാനമറിയുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. +1 +2 പബ്ലിക് എക്സാം 2025 വാല്യൂഷൻ ക്യാമ്പിൽ നിന്നും, അത് അക്കൗണ്ടൻസി ബിസിനസ് സ്റ്റഡീസ് വാല്യൂഷൻ ക്യാമ്പിൽ നിന്നും വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന വാർത്തയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അക്കൗണ്ടൻസി +1 കേസ് എടുത്താലും +2 കേസ് എടുത്താലും അക്കൗണ്ടൻസിനെയും ബിസിനസ്സിനെയും കാര്യം എടുക്കുകയാണെങ്കിൽ കൊമേഴ്സ് വിഷയങ്ങളാണ്. വാല്യൂഷൻ ക്യാമ്പൊക്കെ ലിബറലാണ്. ഒരുപാട് വിദ്യാർത്ഥികൾ ടെൻഷൻ അടിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം അക്കൗണ്ടൻസി എന്ന് പറഞ്ഞാൽ മേ ബി നിങ്ങൾക്ക് 60 മാർക്കിൻ്റെ എക്സാമാണ്. +1 ആയാലും +2 ആയാലും നിങ്ങൾക്ക് 18 മാർക്കാണ് നിങ്ങൾക്ക് പാസ് മാർക്കായിട്ട് വേണ്ടത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. വാല്യൂഷൻ ലിബറലാണ്. വാല്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് വിദ്യാർത്ഥികൾ പേടിക്കുന്നത് ലിബറലാണ്. പക്ഷേ ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഓവർ മാർക്ക് എന്ന് വെച്ചാൽ വിദ്യാർത്ഥികൾ എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടത്. അതിപ്പോൾ ഞാൻ എപ്പോഴും വീഡിയോ ചെയ്യുമ്പോൾ പറയുന്നുണ്ട്, വെള്ള പേപ്പറിൽ ഒരിക്കലും ഒരു അധ്യാപകന് മാർക്ക് ഇട്ട് കൊടുക്കാൻ പറ്റില്ല. നമ്മൾ ആ പേപ്പറിൽ എന്തെങ്കിലും ഉത്തരം ഉണ്ടെങ്കിൽ മാത്രമേ മാർക്ക് ഇട്ട് കൊടുക്കൂ. അപ്പോൾ ലിബറൽ വാല്യൂഷൻ എന്ന് എഴുതി വിദ്യാർത്ഥികൾ ഓവർ മാർക്ക് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ലിബറൽ വാല്യൂഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത്, എപ്പോഴും ഞാൻ ഒരു ലിബറലുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ ചെയ്യുമ്പോൾ ഞാൻ വിദ്യാർത്ഥികളോട് പറഞ്ഞതാണ്, ലിബറൽ വാല്യൂഷൻ എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ജയിക്കാൻ. ഇപ്പം ഞാൻ പറഞ്ഞു അക്കൗണ്ടൻസി 18 മാർക്കിൻ്റെ 60 മാർക്കിൻ്റെ എക്സാമാണ്. അപ്പോൾ 18 വേണം. നിങ്ങൾക്കൊരു 16 17 ഒക്കെ ഉള്ളൂ. അപ്പോൾ 1 മാർക്കോ 2 മാർക്കോ കിട്ടുന്ന പാസ്സാക്കും. അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ എക്സാം 24 വേണം. അങ്ങനെ വരുമ്പോൾ ബിസിനസ് സ്റ്റഡീസ് 80 മാർക്കിൻ്റെ എക്സാമാണ്. അപ്പോൾ നിങ്ങൾക്കൊരു 22 മാർക്കൊക്കെ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു മാർക്കോ 2 മാർക്കോ ഒക്കെ അവിടെ ഇട്ട് തന്ന് വാല്യൂഷൻ ലിബറലാക്കി നിങ്ങളെ പാസ്സാക്കും. അത് മാക്സിമം ഞാനിപ്പം ചില വിദ്യാർത്ഥികൾ 23 ഒക്കെ കിട്ടി ഫെയിൽ ആകുന്നില്ലേ എന്ന്. അപ്പം ഞാൻ അത് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു വെള്ള പേപ്പറിൽ ഒരു അധ്യാപകർക്ക് ഒരിക്കലും മാർക്ക് ഇടാൻ പറ്റില്ല. അപ്പോൾ ഒരു രീതിയിലും ഇപ്പോൾ 24 വേണം പാസ്സാക്കാൻ, 23 കിട്ടിയ വിദ്യാർത്ഥി ഫെയിൽ ആകുന്നുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് ഒരു മാർക്ക് ഇടാൻ ആ പേപ്പറിൽ ഒരു തുണ്ട് സ്ഥലമില്ല. ഒരു അര മാർക്ക് അല്ലെങ്കിൽ 1 മാർക്ക് ഇട്ട് കൊടുക്കാൻ ആ പേപ്പറിലൊരു തുണ്ട് സ്ഥലമില്ല. അതുകൊണ്ട് തന്നെയാണ് ആ വിദ്യാർത്ഥി ഫെയിൽ ആകുന്നത്. അല്ലാതെ 23 ഒക്കെ കിട്ടിയ വിദ്യാർത്ഥികൾ ഫെയിൽ ആകുന്ന കേസ് കുറവാണ്. കാരണം എങ്ങനെയും അത് 1 മാർക്കിൻ്റെ ഒക്കെ പേരിൽ എങ്ങനെയും ഇത് എവിടെയെങ്കിലും ഒക്കെ ഒരു അര മാർക്ക് 1 മാർക്ക് ഇട്ട് കൊടുത്ത് പാസ്സാക്കി വിടാറുണ്ട്. പക്ഷേ ഒരു രീതിയിലും 23 കിട്ടിയിട്ട് ഇപ്പോൾ 23 കിട്ടി നിങ്ങൾ ഫെയിൽ ആവുകയാണെങ്കിൽ അതിനർത്ഥം 1 മാർക്ക് പോലും അധ്യാപകർക്ക് അവിടെ ഇടാനൊരു സ്ഥലം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ വാല്യൂഷൻ ക്യാമ്പ് ലിബറലാണ്. എന്തായാലും വിദ്യാർത്ഥികൾ ചോദിച്ചത് കൊണ്ട് മാത്രമാണ് വീഡിയോ ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ മൈ നെയിം ഈസ് കരീം, ദ ഫൗണ്ടർ ഓഫ് സ്ക്രിപ്റ്റ് ഫോർ ദ കരിയർ അക്കാഡമി. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.